പുണർന്ന നക്ഷത്രം എന്ന് പറയുന്നത് വളരെ നല്ല ഒരു നക്ഷത്രമാണ്. ശ്രീരാമ ഭഗവാന്റെ ഒരു നക്ഷത്രമാണിത്. ഈ നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇത് വളരെയധികം സഹായങ്ങളൊക്കെ ചെയ്യുന്ന ഒരു നക്ഷത്രമാണ്. പക്ഷേ ചെറിയ പ്രതികാര ബുദ്ധി, അതുപോലെ തന്നെ ചെറിയൊരു ഉൾപക തുടങ്ങിയ കാര്യങ്ങൾ, മത്സരബുദ്ധി തുടങ്ങിയവയെല്ലാം ഉള്ള ഒരു നക്ഷത്രമാണിത്. കാരണം വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും രാജവംശമായ ഒരു നക്ഷത്രമാണ് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ നക്ഷത്രമായതുകൊണ്ട് തന്നെ തീർച്ചയായും ഒരു യുദ്ധം എന്ന് പറയുന്ന ഒരു കാര്യം പോലെയാണ് ഇവരുടെ ലൈഫിലെ എല്ലാ പോക്കും. ജീവിതത്തിൽ മുഴുവൻ നേരവും പ്രതിസന്ധികൾ, അതുപോലെ തന്നെ ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ലൈഫിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ജനിച്ച ഒരു 14 വർഷത്തോളം ഇവർക്ക് വളരെയധികം കഷ്ടകാലങ്ങളും പ്രശ്നങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരം അനുഭവങ്ങളോടെ വളരെ അനുഭവങ്ങളിൽ നിന്ന് ശേഖരിച്ച അറിവുകളുമായി പുതിയൊരു വ്യക്തിയായിട്ട് 18 വയസ്സെത്തുമ്പോൾ ഇവർ പുനർജനിക്കുന്നു. അതായത് മുമ്പുണ്ടായിരുന്ന ക്യാരക്ടർ അല്ല ഇവർക്ക് പിന്നീട്. അതായത് നേരത്തെ വളരെയധികം പാവമായിരുന്ന ആൾ വളരെ ജീവിതത്തിലെ കടുത്ത അനുഭവങ്ങളും പരീക്ഷണ ഘട്ടങ്ങളിലൂടെ തന്നെ പുതിയ ഒരു വ്യക്തിയായി മാറും. ഈ ലോകത്തിന് അനുസൃതമായ രീതിയിൽ സ്വയം മാറ്റപ്പെട്ട സ്വഭാവം ചെയ്യുന്ന, സ്വഭാവത്തിലേക്ക് മാറുന്ന പുരുഷനായും സ്ത്രീയായും ഉള്ള ആളുകൾ തീർച്ചയായും പുണർന്ന നക്ഷത്രക്കാർക്ക് ഒരു ക്യാരക്ടർ വളരെയധികം നല്ലതായിട്ട് ഡെവലപ്പ് ചെയ്യും. ഇന്നത്തെ ലോകത്ത് ജീവിക്കാൻ ഉതകുന്ന രീതിയിൽ അവർക്ക് സ്വഭാവ സവിശേഷത, ഒപ്പം വിദ്യാസമ്പന്നരായിരിക്കും, സൗന്ദര്യമുള്ളവരായിരിക്കും, ആരോഗ്യമുള്ളവരായിരിക്കും, എല്ലാവരോടും നല്ല മാന്യമായിട്ട് പെരുമാറാനും മധുരമായി സംസാരിക്കുവാനും പരോപകാരിയായ ആളുകളുമായി ഇവർ മാറാറുണ്ട്. എങ്കിലും ജീവിതത്തിലെ ചില പ്രത്യേക പ്രശ്നങ്ങൾ കാരണവും പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാർ മുൻപന്തിയിൽ വരുന്നത് കൊണ്ടും ചിലപ്പോൾ അതികഠിനമായ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ തന്നെ ഇവർ കടന്നു പോകേണ്ടായ അവസ്ഥകൾ സംജാതമാകാറുണ്ട്. അത് ധാരാളം കുറ്റപ്പെടുത്തലുകൾ, പേരുദോഷങ്ങൾ, വെല്ലുവിളി, അക്രമ സംഭവങ്ങൾ, ചെറിയ നിയമപ്രശ്നങ്ങളൊക്കെ ഇവരുടെ ലൈഫിലേക്ക് വിളിച്ചു വരുത്താറുമുണ്ട്. ഇവരങ്ങോട്ടായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിലും ഇവരെ തേടി പ്രശ്നങ്ങൾ വന്നു ചേരാറുണ്ട്. അതിന് പരിഹാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായി പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് അതിന് പരിഹാരം. ദൈവത്തെ വിളിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് പരിഹാരം. അല്ലാതെ വേറെ പരിഹാര കർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഒരു മനുഷ്യനുള്ള വിധിയിൽ പകുതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ തന്നെ അനുസരിക്കുക, അതുപോലെ തന്നെ അനുഭവിക്കേണ്ടി വരും. അതിനെ തരണം ചെയ്യാനുള്ള പ്രവർത്തികൾ സ്വയം ചെയ്ത് നോക്കുക എന്ന് പറയുന്നു. ആത്മവിശ്വാസത്തോടെ ഇരിക്കുക എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഉപകാരം ചെയ്യുന്ന നക്ഷത്രം എന്ന് പറഞ്ഞു. നമ്മളിവിടെ പൊതുസ്വഭാവം ആണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഉപകാരം ചെയ്യുന്ന സ്വഭാവമുള്ളതുകൊണ്ട് തന്നെ കൈവശത്തുള്ള എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ഇഷ്ടം. അതാണ് പുണർന്ന നക്ഷത്രക്കാരുടെ സ്വഭാവം. ഇതിലൂടെ തന്നെ എത്ര വിലപിടിപ്പുള്ള വസ്തു മറ്റൊരാളുടെ കൈക്കലാവാനുള്ള സാധ്യത വളരെ കൂടുതൽ. വാഹനമായിക്കോട്ടെ, വിലപിടിച്ച വസ്ത്രങ്ങളായിക്കോട്ടെ, എന്തെങ്കിലും ആഡംബര വസ്തുക്കളായിക്കോട്ടെ, ഇതൊക്കെ അന്യരുടെ കൈകളിലേക്ക് വെറുതെ പോകും. സമ്പത്ത് പോലും അത് വളരെയധികം സൂക്ഷിക്കണം. സ്വത്ത് വകകൾ കൈകാര്യം ചെയ്യുമ്പോൾ അവ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്ന് പറയാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അനുകമ്പയും അതുപോലെ തന്നെ വളരെ ഇച്ഛാശക്തിയുമുള്ള ഒരു നല്ല നക്ഷത്രമാണ് പുണർന്ന നക്ഷത്രം. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ചില വസ്തുക്കളുണ്ട്, കൗതുക വസ്തുക്കൾ. അത്തരം വസ്തുക്കൾ ഒരു ഉപകാരം ചിലപ്പോൾ കാണുകയില്ല, വെറുതെ ഷെൽഫിലൊക്കെ വെക്കാവുന്നേ ഉള്ളൂ. അത്തരം വസ്തുക്കൾ വാങ്ങിക്കൂട്ടുന്ന ശീലം പുണർന്ന നക്ഷത്രക്കാർക്കുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായി കിട്ടുന്ന പണം മുഴുവനായും ചെലവഴിക്കുന്ന സ്വഭാവം പുണർന്ന നക്ഷത്രക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പുരുഷന്മാരാണെങ്കിൽ തീർച്ചയായും ഇലക്ട്രോണിക് വസ്തുക്കളും, സ്ത്രീകളാണെങ്കിൽ തീർച്ചയായും മേക്കപ്പ് വസ്തുക്കളോ അല്ലെങ്കിൽ വെറുതെ തൂക്കിയിടുന്ന ചില മണിശബ്ദങ്ങളൊക്കെ കേൾപ്പിക്കുന്ന ചില വസ്തുക്കൾ, കാണാൻ ഭംഗിയുള്ള ചില സ്ഫടിക പൊട്ടിപ്പോകുന്ന വസ്തുക്കൾ തുടങ്ങിയവ കൊണ്ട് ഉണ്ടാക്കിയ ചില രൂപങ്ങളൊക്കെ വെറുതെ വാങ്ങിക്കൂട്ടുന്നതാണ് അവരുടെ ഹോബി. എല്ലാ മാസവും വാങ്ങിക്കൂട്ടും, ഒരു സൈഡിൽ കൂട്ടിയിടും. അങ്ങനെയുള്ള ഹോബികളുണ്ടെങ്കിലും സാമ്പത്തിക ചെലവിന് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് നിങ്ങളതിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നീക്കിയിരിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളുക. അടുത്തായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ചതയം നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളാണ്. ചതയ നക്ഷത്രം എന്ന് പറയുന്നത് ഒരു അസുര നക്ഷത്രമാണ്. മനസ്സിലാക്കുക, അസുര നക്ഷത്രമാണ്. അപ്പം അതുകൊണ്ട് തന്നെ വളരെയധികം ആസുരമായ ഭാവത്തോടുകൂടി ദേവഗണത്തിൽപ്പെട്ട ആളുകളോട് വളരെയധികം ദേഷ്യം, പൊരുത്തമുള്ളവരാണെങ്കിലും അവരോട് ദേഷ്യം വരാനുള്ള സാധ്യത ചതയ നക്ഷത്രത്തിന് വളരെ കൂടുതലാണ്. ചതയ നക്ഷത്രവുമായിട്ട് പൊരുത്തമില്ലാത്ത ആളുകളാണ് അശ്വതി നക്ഷത്രം. പക്ഷേ അതിൽ ആണ് പെണ്ണ് വ്യത്യാസമുണ്ട്. ചില പുരുഷന്മാർ സ്ത്രീകളുമായിട്ട് പൊരുത്തമുണ്ട്, ചില സ്ത്രീകൾക്ക് പുരുഷന്മാരുമായിട്ട് പൊരുത്തമുണ്ടെന്നുള്ള മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ വിവാഹങ്ങൾ ചില സമയങ്ങളിൽ ചതയമായിട്ടൊക്കെ നടത്തിയെടുക്കാനൊക്കെ സാധിക്കുന്നതാണ്. എങ്കിലും ദേവഗണവും അസുരഗണവും ആയതുകൊണ്ട് തന്നെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ദേവഗണത്തിൽപ്പെട്ടതാണ് രേവതി നക്ഷത്രം. രേവതി നക്ഷത്രത്തിന് ചതയുമായിട്ട് നല്ല പൊരുത്തമുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ചതയത്തിലുള്ള സ്ത്രീക്ക്
പുരുഷനായ രേവതി ഇഷ്ടപ്പെടുമ്പോൾ, അതായത് വിവാഹത്തിനല്ല ഫ്രണ്ട്ഷിപ്പാണെങ്കിലും, ചതയത്തിലുള്ള സ്ത്രീ പുരുഷനായ രേവതി ഇഷ്ടപ്പെടുന്നു, ചതയത്തിലുള്ള പുരുഷൻ സ്ത്രീയായ രേവതി ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷേ അടുക്കും തോറും വാക്കുകാർക്കും ഉണ്ടാകും. അകന്നിരിക്കുമ്പോൾ മാത്രമുള്ള സ്നേഹമേ അവർ തമ്മിലുള്ളൂ. കാരണം അസുരനും ദേവനും ഒരിക്കലും ചേരുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷേ പൊരുത്തം കൊണ്ട് വിവാഹത്തിനും അനുയോജ്യമാണെന്നെങ്കിലും അതിൽ വാക്കുതർക്കവും തർക്കങ്ങളും ഒക്കെ വളരെ കൂടുതലായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ പൂരാടം, അശ്വതി, രേവതി തുടങ്ങിയ നക്ഷത്രക്കാരുമായിട്ട് തർക്കങ്ങളും ഉണ്ടാവാം, പൊരുത്തവും ഉണ്ടാവുമെന്ന് നമുക്ക് പറയാം. വേറെ നല്ല പൊരുത്തം കുഴപ്പമൊന്നുമില്ലാതെ നിൽക്കുന്നത് വിശാഖവും ചോതിയുമായിട്ടാണ് ചതയത്തിന് ഏറ്റവും പൊരുത്തം. അതുപോലെ അവിചാരിതമായിട്ട് തൃക്കേട്ടയുമായിട്ടും നല്ല പൊരുത്തം ചതയത്തിനുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ചതയ നക്ഷത്രക്കാരുടെ പ്രത്യേകതകൾ എന്തെല്ലാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ ആരോഗ്യമുള്ള ആളുകളാണ് ഇവർ. അതുപോലെ തന്നെ ഇരുനിറമായിരിക്കും മിക്ക ആളുകൾക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ചതയ നക്ഷത്രത്തിന് ധാരാളം വിദ്യാഭ്യാസമുള്ള നക്ഷത്രമാണ്. എല്ലാവരും വളരെ പഠിച്ച് നല്ല ഉന്നതിയിലെത്തുന്നവരാണ്. അതുപോലെ വൈദ്യം, അതുപോലെ തന്നെ എന്തെങ്കിലും കലാപരമായ കഴിവുകൾ, വസ്തുവകൾ ഉണ്ടാക്കുന്ന കഴിവുകൾ, ക്രാഫ്റ്റ് മോഡൽ സാധനങ്ങൾ ഉണ്ടാക്കുന്ന കഴിവുകൾ, അതുപോലെ അധ്യാപന രംഗങ്ങൾ, അഭിനയം, നൃത്തം, കല തുടങ്ങിയ രംഗങ്ങളിലെല്ലാം പ്രവർത്തിക്കാൻ കഴിവുള്ള നക്ഷത്രമാണ് ചതയ നക്ഷത്രം. പക്ഷേ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് അമിതമായി സ്വാതന്ത്ര്യം എടുത്ത് കടന്നു കയറുന്നൊരു സ്വഭാവം ചതയത്തിനുണ്ട്. അതാണ് അവരുടെ ഏറ്റവും വലിയൊരു കുഴപ്പം. അത് ചിലപ്പോൾ മറ്റുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല. അങ്ങനെ ഒരു തടസ്സം ചതയത്തിനുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ എല്ലാ തലങ്ങളിലും പെട്ടെന്ന് എന്ന് കടന്നു കയറി ഓരോ കാര്യങ്ങൾ ചെയ്യാതെ ഒരല്പം സമന്വയം പാലിക്കുക. അപരിചിതരുടെ അടുത്ത് ചെല്ലുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പരിചയഭാവം കാണിക്കേണ്ട ആവശ്യമില്ലെന്നും അത് സേഫ്റ്റിക്കായിട്ട് ഒരു മുൻകരുതലായിട്ട് നിങ്ങൾ എടുക്കണമെന്നുള്ള കാര്യം കൊണ്ട് നിങ്ങൾ ഓർക്കുക. അതുപോലെ തന്നെ സാമ്പത്തികമായി രക്ഷ പ്രാപിക്കുന്ന ശനി ദശ വരുമ്പോഴാണ്. എല്ലാ ആളുകൾക്കും സാമ്പത്തികമായ ദോഷമാണ് ശനി ദശ വരുമ്പോൾ. ഇവർക്ക് ശനി ദശയിൽ ഇവർക്ക് സാമ്പത്തികം വളരെ അധികം വർദ്ധിക്കുന്നതാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ മനസ്സമ്മാനക്കേടുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ സാമ്പത്തികം രക്ഷ കിട്ടുന്നുള്ള മനസ്സിലാക്കുക. ഈ സമയത്ത് നല്ല വാഹനത്തിലും കാര്യങ്ങളിലൊക്കെ ഇവർ സഞ്ചരിക്കാൻ സാധിച്ചാലും മാനസികമായി ഇവർ വളരെയധികം അസ്വസ്ഥരായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്ന നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർക്ക് വളരെയധികം ലൈഫിൽ ഭാഗ്യമുള്ള നക്ഷത്രമാണ്. അതുപോലെ ധാരാളം കലാപരമായ കഴിവുകൾ അവരെ തേടി വരുന്നതാണ്. അതുപോലെ ധാരാളം അനുഭവങ്ങൾ ജീവിതത്തിൽ വളരെയധികം മാന്ത്രികമായ അനുഭവങ്ങൾ, അല്ലെങ്കിൽ മായാജാല അനുഭവങ്ങൾ. കാരണം ശ്രീകൃഷ്ണ ഭഗവാന്റെ നക്ഷത്രമായിട്ട് ഇത് അറിയപ്പെടുന്നു രോഹിണി നക്ഷത്രം. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ അത്ഭുതകരമായ പല സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന നക്ഷത്രമാണ്. കലാപരമായ വളരെയധികം ആളുകളെ ത്രസിപ്പിക്കുന്ന കഴിവുകൾ രോഹിണി നക്ഷത്രത്തിന് വളരെയധികം കൂടുതലാണ്. സൗന്ദര്യം, ആത്മവിശ്വാസം, ധൈര്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം രോഹിണി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് വളരെ കൂടുതലാണ്. പുരുഷന്മാർ ഒരുപടി പുറകോട്ടാണ്. കായികമായ ശക്തി, ശേഷി തുടങ്ങിയ കാര്യങ്ങളൊക്കെ രോഹിണി നക്ഷത്രത്തിൽ പുരുഷന് വളരെയധികം കൂടുതലാണ്. എല്ലാ നക്ഷത്രക്കാരെക്കാളും ഒരുപടി മുന്നിലേക്ക് നിലനിൽക്കുന്നത് രോഹിണി നക്ഷത്രത്തിൽപ്പെട്ട പുരുഷനാണ്. കായികമായ ശക്തിയൊക്കെ അവർക്ക് വളരെയധികം കൂടുതലാണ്. അതുപോലെ അത്ഭുതകരമായ പല കലാപരമായ പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവരുടെ മനസ്സ് കീഴടക്കാനുള്ള കഴിവ് അവർക്ക് കൂടുതലാണ്. പക്ഷേ പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാർ കൺമുന്നിൽ വന്നു കഴിഞ്ഞാൽ മിക്കപ്പോഴും വാക്കുതർക്കങ്ങളും വഴക്കുകളും ഉണ്ടാവുമെങ്കിലും എല്ലാ ആളുകൾക്കും ഇവർ ചെയ്യുന്ന പ്രവർത്തികൾ വളരെയധികം ഇഷ്ടപ്പെടാറുമുണ്ട്. അവർക്ക് കലാപരമായ കഴിവുകളിലൂടെയും പ്രത്യേകതരം പ്രവർത്തികളിലൂടെയൊക്കെ മറ്റുള്ളവരുടെ മനസ്സ് പിടിച്ചെടുക്കാനായിട്ട് രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ വലിയ കഴിവുണ്ടെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കിയത് പുണർന്നും ചതയം, അതുപോലെ രോഹിണി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവവും അതുപോലെ അവർക്ക് ജീവിതത്തിൽ വരുന്ന അനുഭവ മാറ്റങ്ങളുമാണ് മനസ്സിലാക്കിയെന്ന് കരുതുക. അതുപോലെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു അറിവുശേഖരണത്തിൻ്റെ ഭാഗമായിട്ടാണ് പങ്കുവെക്കുന്നത്. നിങ്ങൾ ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ്, നിങ്ങൾ ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് എന്നെനിക്കറിയാം. കൂടെ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. താങ്ക് യു.